ബിഗ് ബോസ് മലയാളം പതിപ്പിൻ്റെ സീസൺ 7ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉണ്ടായൊരു പേരാണ് രേണുസുധിയുടേത്. ഒടുവിൽ പ്രവചനങ്ങളെല്ലാം അർത്ഥവത്താക്കിക്കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് അവർ മത്സരാർത്ഥിയായിട്ട് എത്തുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ രേണുവും മറ്റു താരങ്ങളും വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രചരിക്കുന്നത് പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടുപേരാണ്. ഒന്ന് രേണു, മറ്റൊരാൾ അനുമോളുമാണ്. ഇവർക്ക് ദിവസം 50,000 രൂപയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ശരിക്കറിയില്ല കേട്ടോ. അങ്ങനെ രേണുവിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയെന്നാണ് വിവരം. ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നതെന്നും ദിവസം 1,00,000 രൂപയാണ് രേണു ആവശ്യപ്പെട്ടത്. ഒടുവിൽ 50,000 രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് രേണുസുധി. 100 ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കും. മാത്രമല്ല ബിഗ് ബോസിൽ പോകുന്നതോടെ ചിലപ്പോൾ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത്. രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം അധികൃതർക്കുണ്ടായിരുന്നു. പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ പറയുന്നത്. ഇതുപോലെ സിനിമാ രംഗത്തുള്ള അപ്ഡേറ്റുകൾക്കായി ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാൻ മറക്കല്ലേ.